മഴക്കെടുതികൾ നേരിടാൻ ആവശ്യത്തിന് ജീവനക്കാരില്ല KSEBയിൽ എന്ന വാർത്ത വരുന്നു. മസ്ദൂർ, ലൈൻമാൻ എന്നീ തസ്തികകളിലെ ജീവനക്കാരുടെ എണ്ണത്തിലെ കുറവാണ് കടുത്ത പ്രതിസന്ധിക്ക് കാരണം. മതിയായ ജീവനക്കാരില്ലാത്തതുമൂലം മഴയിൽ തകർന്ന വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനാകാതെ ബുദ്ധിമുട്ടുകയാണ് വകുപ്പ്. പല സെക്ഷൻ ഓഫീസുകളിലും ആകെയുള്ളത് 5-7 ലൈൻമാൻമാർ മാത്രമാണ്. ജോലി സുഗമമാകാൻ 12 ലൈൻമാൻമാരെങ്കിലും വേണ്ട ഇടത്താണ് ഈ അവസ്ഥ. സെക്ഷൻ ഓഫീസുകളിലേക്ക് എത്തുന്ന കോൾ എടുക്കാൻ പോലും ജീവനക്കാർക്ക് കഴിയുന്നില്ല. സുനിഷ അയലൂർ നമുക്കൊപ്പം. സുനിഷ അയലൂർ, ഗുഡ് ഈവനിംഗ്. കറണ്ട് പോകുമ്പോൾ വിളിക്കുമ്പോൾ ആള് വരാത്തതിന്റെ കാരണം ഇതാണല്ലേ? അതെ സുജിയ, നമ്മളെപ്പോഴും ഈ കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. പലപ്പോഴും പലയിടങ്ങളിലും ഈ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലൊക്കെ മരം വീണൊക്കെ വലിയ ബുദ്ധിമുട്ട്, പലയിടത്തും കറണ്ട് ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ തന്നെയും ഈ KSEB ജീവനക്കാർ, പ്രധാനമായും ഈ ലൈൻമാരും മസ്ദൂർമാൻമാരും ഒക്കെ ഈ പ്രവർത്തിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എന്താണ് ഇത്രയധികം സമയമെടുക്കുന്നത് എന്നതടക്കമുള്ള സംശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം KSEBയിൽ ഇത്തരത്തിൽ മഴക്കെടുതികൾ നേരിടാൻ പോലും ജീവനക്കാരില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈൻമാരടക്കം 4000-ലധികം ഒഴിവുകളാണ് ഇപ്പോൾ തന്നെ KSEBയിൽ ഉള്ളത്. അതൊന്നും നികത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും KSEB സംബന്ധിച്ചിടത്തോളം 772 സെക്ഷൻ ഓഫീസുകളുണ്ട്. അവിടെ ഒരു സെക്ഷൻ ഓഫീസിൽ ഏകദേശം ഒരു 12 ലൈൻമാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രവർത്തനം കൃത്യമായി അല്ലെങ്കിൽ കാര്യക്ഷമമായി നടത്താൻ കഴിയുക എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ ഈ സ്ഥാനത്താണ് 4-5 ആളുകൾ മാത്രം ഒരു ജോലിക്കായി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായും അറിയാം അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്താൻ കഴിയുക എന്നുള്ളത്. ഒരു കമ്പി പൊട്ടി വീണാൽ, വൈദ്യുതി കമ്പി പൊട്ടി വീണാൽ അതിന് എത്ര സമയം എടുക്കുമെന്നുള്ളതൊക്കെ തന്നെയും സ്വാഭാവികമായി നമുക്ക് ആലോചിച്ചാൽ മതി. പലപ്പോഴും നമ്മുടെ തന്നെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് സെക്ഷൻ ഓഫീസുകളിലേക്കോ അല്ലെങ്കിൽ കസ്റ്റമർ കെയറിലേക്കോ വിളിക്കുമ്പോൾ എടുക്കാൻ ആളില്ല, ഈ കോളൊന്നും എടുത്ത് സംസാരിക്കാൻ പോലും ആളില്ല എന്നുള്ളതാണ്. അതിലും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ജീവനക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും ഈ ഓഫീസിലുള്ള KSEB ഓഫീസിലുള്ള ഏറ്റവും ജീവനക്കാരെ എല്ലാം തന്നെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത KSEBക്ക് വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണേണ്ട വിഷയമാണ്. ആളിനാള് തന്നെ വേണമല്ലോ. ആളില്ലാതെ എങ്ങനെ പ്രശ്നം തീർക്കാൻ സാധിക്കും? കനത്ത മഴയിലേക്ക് നമ്മൾ നീങ്ങുന്ന ദിവസങ്ങളുമാണ് ഇത്.